കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ ജാനകിയുടെ അബിയുടെ ഒക്കെ വിശേഷം ചാനലിനകത്ത് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന ആകപ്പാടെ തകർന്ന് നിരഞ്ജന വീട്ടിൽ വന്നിരിക്കുവാണ്. ഈ സമയം നിരഞ്ജനയുടെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ നീ എന്തിനാ അങ്ങോട്ട് പോയത്? അജയ്ക്ക് കല്യാണ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് നിനക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? വെറുതെ അങ്ങോട്ടാ നീ പോണേന്ന് അറിയുമായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വിടില്ലായിരുന്നു. എന്നിട്ട് വെറുതെ ടെൻഷൻ അടിച്ച് ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ വന്ന് കുറ്റപ്പെടുത്തുവാണ്. ഇത് കേട്ടെന്ന് നിരഞ്ജന അങ്ങോട്ട് പറഞ്ഞു, അമ്മേ ദൈവത്തെ ഓർത്തൊന്ന് പോകാവോ, എനിക്ക് തല പൊട്ടി പോയിക്കൊണ്ടിരിക്കുക, തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. എന്തിനു വെറുതെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നേ? കുറച്ച് സമയം നിന്ന് വെറുതെ വിട്, ഞാൻ സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് പറയാം. ഈ സമയത്ത് നിരഞ്ജനയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കിയപ്പോ അജയ വിളിക്കുന്നത്. പെട്ടെന്ന് നിരഞ്ജനയുടെ ഭാവം അങ്ങോട്ട് മാറി. കോൾ എടുത്ത്, ഹലോ അജയ് പറ എന്ന് പറയണം. അല്ല നിരഞ്ജന മാളിന്ന് പോയോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നിരഞ്ജന ഒന്നും മിണ്ടിയില്ല. എന്താ നിരഞ്ജന, കാര്യം പറ, മാളിന്ന് പോയോ നീ? അല്ല കാര്യം എന്താ അജയ്? എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. മാളി വെച്ചായതുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഒരു കാര്യം ചെയ്യുക, നീ ആ മാളിന് പുറത്തേക്കൊന്ന് വന്നേ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം എന്ന് പറയാം. ഇപ്പൊ തന്നെ ഞാൻ വരാമെന്ന് പറയണം. ഇതും പറഞ്ഞ് ഫോൺ വെച്ചിട്ട് നിരഞ്ജന അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുക. ഈ സമയം നിരഞ്ജനയുടെ അമ്മ, ഇനി നീ എങ്ങോട്ടാ പോണേ, അവിടെ നിൽക്കും മോളേന്ന് പറയാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അല്ലേട്ടനോട് പറഞ്ഞു, അതേ അല്ലേട്ടാ പെട്ടെന്ന് വണ്ടി എടുക്കുക, നമുക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമെന്ന് പറയും. എങ്ങോട്ടാ മോളെ? അതൊക്കെ പറയാം, വണ്ടി എടുക്കുക. നിരഞ്ജനയുടെ അമ്മ പുറകെ ഓടി വന്നു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് നിരഞ്ജന കൂട്ടാക്കില്ല. നല്ല സ്പീഡിൽ തന്നെ വിട്ടോളാൻ പറയാണ്. ഈ സമയത്ത് ആ ടെക്സ്റ്റൈൽ ഷോപ്പിലെ സെയിൽസ് ഗേള് മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനടുത്തേക്ക് അതിന്റെ ഓണർ അങ്ങോട്ട് വരുവാണ്. അപ്പൊ അപർണ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോയത് അവിടെയാണ്, ആ ടെക്സ്റ്റൈൽ ഷോപ്പിലായിരുന്നു. പിന്നീട് അയാൾ വന്നിട്ട്, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? നിന്റെ വിചാരം എന്താ? നീയാണ് ഈ കടയിലെ ഓണർ എന്നാണോ നിന്റെ വിചാരം? അത് അപർണയുടെ കളിയായിരുന്നു. കാരണം ഒരു ഡ്രസ്സ് എടുക്കാൻ നേരത്തെ സെയിൽസ് ഗേൾ ഒന്ന് അബദ്ധപ്പെട്ട് പറഞ്ഞുപോയി. അതെ ഇത് പഴയ മോഡലാണ് മാഡം, ഇപ്പോഴത്തെ മോഡലല്ല, പുതിയതൊക്കെ അപ്പുറം ഇരിപ്പുണ്ടെന്ന്. അതും ജാനകിയൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അപർണയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപർണ വളരെയധികം രൂക്ഷമായിട്ട് പെരുമാറുകയും ചെയ്തു. അങ്ങനെ ആ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ആ സെയിൽസുകാരനെ വിളിച്ച് അതിന്റെ ഓണർ ചീത്ത പറയുന്നത്. അയാൾ പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? പഴയ തുണിയൊന്നും വിറ്റ് വേണ്ടെന്നോ? അവരുടെ ഇഷ്ടത്തിനാണ് അവർ എടുക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല. അതെ ഇവിടുത്തെ തന്നെ ഈ നാട്ടിലെ തന്നെ വമ്പൻ രണ്ട് പാർട്ടീസ് അവര് ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്ന, അങ്ങോട്ട് ചെന്നാണ് അവരുടെ ഓർഡർ വാങ്ങിയതിനെ. എന്നിട്ടോ അവരിവിടെ വന്ന് ഇപ്പൊ അവരെ അപമാനിച്ചില്ലേ? അതെ ഒരു കാര്യം ചെയ്യും, 9 ദിവസത്തെ സാലറി നിന്റെ ഈ മാസത്തെ ഉണ്ട്, അത് വാങ്ങിച്ചോണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം. അയ്യോ സാർ എന്നെ പറഞ്ഞു വിടലെന്ന് പറയണം. പറഞ്ഞു വിടലെന്നോ? നിന്നെപ്പോലുള്ള ഒരു സ്റ്റാഫിനെ ഇനി ഇവിടെ ആവശ്യമില്ലെന്ന് പറയാം. സാർ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കുക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി എങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയാം. തെറ്റ് പറ്റിപ്പോലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പോലെ സ്റ്റാഫിന് നീ കമ്പനിക്ക് ആവശ്യമില്ല സാറ്, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. വേണേ ഞാൻ മാഡത്തിനോട് പോയി ഞാൻ മാപ്പ് പറയാം, എന്നാലും എന്നെ പറഞ്ഞു വിടില്ല സാർ, എനിക്ക് വേറൊരു നിവൃത്തിയില്ലാന്ന് പറയാം. പറഞ്ഞു കേട്ടല്ലോ, കൂടുതൽ ഇവിടെ കിടന്ന് വിരകാതെ പോകാൻ നോക്കടി എന്ന് പറയാണ്. എന്നും പറഞ്ഞ് അയാളും കൂടെ പോയി. അവൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴവിടെ അപർണ നിൽക്കുന്നുണ്ടേ. അപർണയെ കണ്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. മാഡം മാഡം എന്റെ ജോലി പോയി മാഡം, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. മാഡം സാറിനോട് എങ്ങനെയും പറയുവാണെങ്കിൽ എന്നെ ജോലിയിലേക്ക് തിരിച്ചെടുക്കും. മാഡം എനിക്ക് പറ്റിയ തെറ്റിന് ഞാൻ മാഡത്തിനോട് മാപ്പ് ചോദിക്കുക. ഇത് കേട്ട അപർണ പറഞ്ഞു, നിനക്ക് പറ്റിയ തെറ്റോ? നീ ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നിന്റെ വാക്കെ കയറി എല്ലാരും പിടിച്ചു. അത് പഴയ ഡ്രസ്സാണ്, പഴയ തുണിയാണ്, അത് കൊള്ളത്തില്ല എന്നൊക്കെ. എന്റെ ഇഷ്ടമല്ലേ ഞാൻ നോക്കുന്നത്, നിന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുക്കാനല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് പോകാൻ നോക്കും. അങ്ങനെ പറയലും മാഡം, എൻ്റെ അച്ഛൻ ടാക്സി ഡ്രൈവർ ആയിരുന്നു, അച്ഛൻ ആക്സിഡന്റ് ഉണ്ടായി മരിച്ചുപോയി. പിന്നെ അമ്മയും 2 സഹോദരന്മാരും ഉള്ളത്, എനിക്ക് വേറെ നിവൃത്തിയില്ല ജീവിക്കാനായിട്ട്. എന്നോട് കനിവുണ്ടാവണമെന്ന് പറയാം. നിന്നോട് കനിവുണ്ടാവാനോ? അതോ എനിക്കോ? അതിനെ അപർണ തമ്പി വേറെ ജനിക്കണം. പറഞ്ഞു കേട്ടല്ലോ, എന്നെ വേദനിപ്പിച്ച് ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അത് കുടുംബത്തുള്ള ഒരാളെ പോലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നെ നോവിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്, വെറുതെ എന്റെ കാല് പിടിച്ച് നിൽക്കണ്ടെന്ന് പറയാം. എന്നാ മാഡം നിന്നോട് എന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് അപർണ അങ്ങോട്ട് പോവാ. ഈ സമയം സങ്കടത്തോടു കൂടി ആ സെയിൽസ് ഗേൾ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന അജയനെ അടുത്തേക്ക് നിരഞ്ജന ഓടി വരുവാണ്. അജയനെ കണ്ടതും നിരഞ്ജന ഓടി അടുത്തേക്ക് വന്നു. എന്താ അജയ്, എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക. അല്ല മാളി വെച്ച് നിന്നോട് എനിക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ എന്നെ എപ്പോ വിളിച്ചതെന്ന് പറയാം. അജയ്ക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചാണോ? ഞാൻ വേണേ അപർണയോട് പോയി കാല് പിടിച്ച് പറയാം, അജയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, നീ എന്നിൽ നിന്ന് അകന്നു മാറണമെന്ന് പറയാം. എന്താ
എന്താ അജയ് പറഞ്ഞേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അപർണയോടൊപ്പം ആയിരിക്കും. ഇത് കേട്ടതും നിരഞ്ജനയുടെ മുഖം അങ്ങോട്ട് മാറി. നിരഞ്ജന പറഞ്ഞു, അജയ് സത്യമാണോ പറയണേ? ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നേ? നമ്മൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. എന്റെ എൻഗേജ്മെന്റ് അന്ന് വരെ നിന്റെ ഞാൻ പുറകെ വന്നില്ലേ? എന്നിട്ടോ വല്ലതും നടന്നോ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നിന്നെ ഒരിക്കലും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് പറയാം. ഇങ്ങനെ പറയരുത്. നിനക്ക് വേണ്ടി മാത്രം അജയ് ഞാൻ കാത്തിരിക്കുന്നേ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഒരു പക്ഷേ നീ അപർണനെ വിവാഹം കഴിക്കാൻ പോവാണെങ്കിൽ ആ വിവാഹത്തിന്റെ ആ മുഹൂർത്തത്തിൽ തൊട്ട് മുമ്പ് വരെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇത് കേട്ട അജയുടെ മുഖം അങ്ങോട്ട് മാറി. നിന്നോട് എന്താ പറഞ്ഞാൽ മനസ്സിലായല്ലേ നിരഞ്ജന? നീ എന്നെ എന്നാ ഒന്നും മനസ്സിലാക്കാത്ത എന്നാ? ഇതേ അറിയാലോ, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അടുക്കാൻ പോവാ കുറെ നാളത്തെ ശത്രുതയ്ക്ക് ശേഷമാ. ഒരുപക്ഷെ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ ശത്രുതയിലേക്കായിരിക്കും വരാൻ പോകുന്നത്. പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഒരു തടസ്സമായിട്ട് ഇടയിൽ വരില്ലെന്ന് പറയാ. ഇത് കേട്ടത് അപർണ ചോദിച്ചു, ഓഹോ, അപ്പൊ ഞാനാ തടസ്സമില്ലേ? ഞാനാ കാരണക്കാരിയില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെന്താ അജയനെ അവരെന്നാ തൂക്കിക്കൊല്ലുമെന്ന് ചോദിക്കുകയാണ്. ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾ അവളുടെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അപർണയുടെ അച്ഛൻ വേറെ കല്യാണം നടത്തും. പിന്നെ എന്താ കുഴപ്പം? പിന്നെ അജയ് പറയുന്ന പോലെ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാ. അതുകൊണ്ട് ഞാനും അത്ര ചെറിയ വീട്ടിലെ പെൺകുട്ടിയൊന്നുമല്ല. അതുകൊണ്ട് അജയ് പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം. എനിക്കും എൻ്റെ അച്ഛനും നല്ല സ്വാധീനമൊക്കെ ഉണ്ടെന്ന് പറയാം. അദ്ദേഹം പറഞ്ഞ അല്ല, അതെ നിരഞ്ജന, ഞാൻ പറഞ്ഞല്ലോ, നീ ഇപ്പൊ പോവാൻ നോക്ക്. നമുക്ക് വിധിയില്ലെന്ന് കരുതിയാൽ മതി. നാളെ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവെന്ന് പറയാം. അതിനുവേണ്ടി നീ കാത്തിരിക്കുക. നാളെ നല്ലത് സംഭവിക്കാണെന്ന് പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നിരഞ്ജനയ്ക്ക് സങ്കടവും ദേഷ്യം വന്നു. ഇത്രയും പറഞ്ഞിട്ട് അജയ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നിരഞ്ജന പറഞ്ഞു, നാളെ എനിക്ക് ഭാവിയോ? നാളെ നല്ലത് സംഭവിക്കോ? അജയ്ക്ക് എന്ത് പറ്റി? നിരഞ്ജന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങോട്ട് പെട്ടുപോവാണ്. പിന്നീട് ആകപ്പാടെ ദേഷ്യപ്പെട്ടാണ് അപർണ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് ഒന്ന് കലിതുള്ളി ഇരിക്കുകയാണ്. ഈ സമയം തമ്പി വന്നിട്ട്, മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടാതെ പിന്നെ എന്റെ ഇഷ്ടത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കണ്ടേ? അവള് ജാനകി വന്നിരിക്കുന്നു. എന്ത് പറഞ്ഞാലും ഒരു ജാനകി ജാനകി പറയുന്നതിന്റെ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഇന്ന് തന്നെ കണ്ടില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയത്. എനിക്ക് ഏറ്റവും ദേഷ്യം വന്നേ ജാനകി എടുത്ത് സെലക്ട് ചെയ്ത ആ സാരിയാണ് അജയ്ക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനപ്പ ആരാ? ഞാൻ അവന്റെ ഭാര്യയാകാൻ പോകുന്നതല്ലേ? എനിക്കൊരു പ്രാധാന്യം ഇല്ലെന്ന് പറയാം. അത് കേട്ടൻ തമ്പി പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നിന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് നീ ഇനി പേടിക്കണ്ട. നീ ആ കുടുംബത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയായിക്കോളൂന്നേ. നിനക്കറിയാലോ എന്ത് ചെയ്യണം എന്നൊക്കെ. പ്രത്യേകിച്ച് ഈ അച്ഛൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാം. എനിക്കറിയാം അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം അവളെ അവിടെ നിന്ന് അടിച്ചിറക്കണം, ജാനകീനെ, പിന്നെ അബീനെ. അതിനുശേഷമാണ് ഞാനിവിടെ കളി തുടങ്ങാൻ പോണേ. ഇത് കേട്ടതും പെട്ടെന്ന് അപർണയുടെ അമ്മ പറഞ്ഞു, മോളെ നീ എന്തൊക്കെ പറയണേ? നീ ഒരു വിവാഹ ജീവിതത്തിലേക്കാ പോന്നെ. അതേമേ, ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് തന്നെയാ പോകാൻ പോന്നെ. അതെങ്ങനെ വേണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. എന്റെ ജീവിതമാണ്, എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു പക്ഷേങ്കില് ജാനകിയാണ് ഈ വിവാഹാലോചന ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിലും, ഒരു പക്ഷെ അവർ ഈ വിവാഹബന്ധം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും ഞാൻ ഒരു പക്ഷെ അജയനെ തന്നെ വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അതൊക്കെ അച്ഛൻ അറിയാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ബന്ധവുമായിട്ട് അവരിങ്ങോട്ട് വന്നല്ലോ. അച്ഛൻ അവരുടെ കാലെ പോയി പിടിക്കേണ്ട വരുമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരിങ്ങോട്ട് വിവാഹാലോചനയായിട്ട് ഇങ്ങോട്ട് വന്നേനം. കാരണം അപർണയുടെ മനസ്സിൽ എന്താന്ന് പോലും ആ സമയത്ത് തമ്പിക്ക് മനസ്സിലായില്ല. പിന്നീട് തമ്പി പറഞ്ഞു, മോളെ പോട്ടെ, ആ വിഷയം വിട്, ജാനകിയുടെ കാര്യമൊക്കെ മോള് വിട്. ഈ സമയം അപർണ അമ്മ അങ്ങോട്ട് അകത്തേക്ക് പോകണം. അപർണയുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയതും അപർണനെ ഉപദേശിക്കുക തമ്പി. പറഞ്ഞു, മോൾക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലോ. മോളുടെ ആഗ്രഹം നടക്കും, എന്റെ ആഗ്രഹം ഒരുമിച്ച് നടക്കും മോൾ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്ന് പറയണം. അപർണ ശരിയാ എന്ന് പറഞ്ഞിട്ട് അപർണ അകത്തേക്ക് കയറി പോയപ്പോഴത്തേന് അപർണയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നിനക്കറിയാലോ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന. അതുപോലെ തന്നെ ജാനകി ആ കുടുംബത്തെ പിടിച്ചു നിർത്താനായിട്ട് നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട്. അവൾ ആ വീടിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെൺകുട്ടിയാ. അപ്പൊ നമ്മൾ അവളുടെ മനസ്സ് കാണണം. നെയ്യോ അതുപോലെ തന്നെയായിരിക്കണം അവിടെ ജീവിക്കേണ്ടത്. നല്ലൊരു ഭാര്യയായിട്ട്, നല്ലൊരു മരുമകളായിട്ട് വേണം അവിടെ ചെന്ന് ജീവിക്കാന്ന് പറയാം. ഇത് കേട്ടതും അപർണ, അമ്മയുടെ ഉപദേശം കഴിഞ്ഞോന്ന് ചോദിക്കാം. അതെ, അമ്മയുടെ മനസ്സിലിപ്പം എന്താന്നും അച്ഛന്റെ മനസ്സിലിപ്പം എന്താന്നും എന്തോ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഈ അപർണ അങ്ങനെയല്ല ജീവിക്കാൻ പോണേ. അപർണയുടെ ഇഷ്ടത്തിന് വേണ്ട ഇത്രയും പഠിച്ച് പുറത്തുപോയി ഡിഗ്രി ഒക്കെ എടുത്തോണ്ട് വന്നേ അവിടെ പോയി അവിടെ അടുക്കളക്കാരിയാവാനായിട്ടല്ല. ഞാൻ അറിയാലോ, എനിക്ക് എൻ്റെതായ കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ്സിനാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അത് നടപ്പിലാക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ആരും എന്നോടൊന്നും പറയാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് അപർണ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന അലകാപുരിയില് ഡ്രസ്സെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന്
എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ കവറിനകത്ത്. ഈ സമയം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ജാനകി അഭിയോട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ ആദ്യം ഡ്രസ്സ് കൊടുക്കേണ്ട ഇവിടെയുള്ള പണിക്കാർക്കാണ് കൊടുക്കേണ്ടത് അജയുടെ കല്യാണത്തിന്. അത് ശരിയാന്ന് സൂര്യനാരായണൻ പറയാ. ഒരു കാര്യം ചെയ്യാനെങ്കിൽ ഇനി അവരെല്ലാം വിളിക്കാൻ പറയണം. അപ്പോഴാണ് നളിനി ചായയായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചായ നേരെ കൊണ്ടുവന്ന് സൂര്യനാരായണനും അഭിക്കോ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ജാനകി പറഞ്ഞു, ഇന്നാ നളിനേച്ചി കല്യാണത്തിന് കൊടുക്കാനുള്ള ഡ്രസ്സാന്ന് പറയണം. അതെ ഇത് തന്നെ ഉടുക്കണമെന്ന് പറയാം. അത് പിന്നെ മോള് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഉറപ്പായിട്ടും ഇത് തന്നെ ഉടുക്കുള്ളൂ പറയാം. പിന്നീടാണ് അങ്ങോട്ട് അവിടെയുള്ള പണിക്കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ജാനകി പറഞ്ഞു, അതേ ഒരു കാര്യം ചെയ്യാം, ഇത് അഭിയായിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറയണം. അങ്ങനെ അഭി അവർക്ക് ഡ്രസ്സ് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് കലിപ്പിൽ അവിടെ മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇതിനായിട്ടൊന്നും കൊടുത്തിട്ടില്ല. പണിക്കാർക്ക് ആദ്യം കൊടുക്കുന്ന പോലും വീട്ടുകാർക്ക് ആദ്യം കൊടുക്കാനുള്ളതിന് പറഞ്ഞിട്ട് കാര്യമില്ല. കുപ്പത്തൊട്ടിന്ന് കയറി വന്നവളൊക്കെ ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ എന്ന് പറയണം. ഈ സമയം അമൽ അങ്ങോട്ട് ഒന്നരിച്ചു, മുത്തശ്ശി എന്തേലും പിറുപിറുത്തോന്ന് ചോദിക്കും. ഇല്ല, എനിക്ക് മനസ്സിലായ മുത്തശ്ശിയുടെ പിറുപിറുപ്പിന് കാരണം എന്താന്ന്. മുത്തശ്ശിക്ക് ആദ്യം ഡ്രസ്സ് കിട്ടാഞ്ഞിട്ടല്ലേ? എന്റെ കല്യാണത്തിനാട്ടെ ഞാൻ മുത്തശ്ശിക്ക് ആദ്യം ഡ്രസ്സ് എടുത്തു തരാന്ന് പറയാം. അതിന്റെ ജോലിയും കൂലിയും ഇല്ലാത്ത നിനക്കാരടാ പെണ്ണ് തരുന്നേ? ആ സമയം അജയ് അങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്റെ അജയ് മോനെ കണ്ടുപിടിക്കുക. കണ്ടോ, അവന് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടിയത്. ഈ സമയം അജയ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് ജാനകി വന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, അതേ മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, മുത്തശ്ശിയുടെ മുറിയും മുത്തശ്ശിക്കുള്ള ഡ്രസ്സ് കൊണ്ടേ വെച്ചിട്ടുണ്ട്. അത് അവൻ അജയ് തന്നെ നേരിട്ട് വന്നോളൂ എന്ന് പറയാം. അമല് പറഞ്ഞു, ഇപ്പൊ മുത്തശ്ശിക്ക് സന്തോഷമായില്ലേ? പിന്നെ സന്തോഷമായെന്നോ, ഭയങ്കര സന്തോഷമായെന്ന് പറയാണ്. പിന്നീട് പുറത്തേക്ക് പോയി ഇങ്ങനെ അജയ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിരഞ്ജനയുടെ കാര്യം, നിരഞ്ജനെ കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഇനിയിപ്പോ കണ്ടിന്യൂസ്ലി ജാനകിയുടെ അബിയുടെ കഥ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.